എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷനിലെ വിവിധതരം ടെക്നിക്കുകൾ ഉപയോഗിച്ചും നമുക്ക് പോസിറ്റീവായുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം, അതായത് ഒരു ടെക്നിക്കും ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിനു മുൻപായി നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധതരം കാര്യങ്ങൾ കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ച കാര്യം, നമ്മളെല്ലാവരും അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണോ ഇമോഷൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ആ കാര്യമാണ് നമ്മളെ ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. ഞാൻ ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും ഞാൻ ഓരോരോ ടെക്നിക്കുകൾ ചെയ്തു, ഓരോരോ വീഡിയോസ് കണ്ടു. അങ്ങനെ ചെയ്തിട്ടൊന്നും തന്നെ എനിക്ക് ഇതെന്തുകൊണ്ട്, അതായത് ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നു, അത് ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ വലിയ കാര്യങ്ങൾ എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. ലോ ഓഫ് അട്രാക്ഷനിലെ ഓരോ ടെക്നിക്കുകളും പുസ്തകങ്ങൾ വായിച്ചു, വീഡിയോസ് കണ്ടു, ഡോക്യുമെൻ്ററീസ് കണ്ടു, ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു. എന്നിട്ട് എനിക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കാത്തതിൻ്റെ കാരണം എനിക്ക് ഇതേപോലുള്ള ഹീലിംഗ് ടെക്നിക്സും സ്പിരിച്വൽ പ്രാക്ടീസിലേക്കും അതോടൊപ്പം തന്നെ സ്പിരിച്വലായിട്ടുള്ള ടീച്ചിങ്സിലേക്കും ഞാൻ കടന്നതുകൊണ്ടാണ് എനിക്കിതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ട്, നിൻ്റെ ശത്രുവിനോട് ക്ഷമിക്കുക എന്നുള്ളത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരം വാക്യങ്ങൾ നമുക്ക് ഖുറാനിലും അതോടൊപ്പം തന്നെ ഗീതയിലും അങ്ങനെയുള്ള പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് നെഗറ്റീവായുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് പത്രം എടുത്ത് നോക്കൂ, അതിൽ ഒരു 95% കാര്യങ്ങളും നെഗറ്റീവായുള്ള കാര്യങ്ങളാണ്. കൊലപാതകം, പിടിച്ചുപറി, അങ്ങനെയുള്ള ഓരോ നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ തെറി വിളിക്കുന്നത്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത്, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടി വിയിലെ പ്രോഗ്രാംസും അതേപോലെ തന്നെയാണ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ഊർജ്ജ വ്യവസ്ഥിതി എല്ലാം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും കുട്ടിക്കാലം മുതൽ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങളെ ബാധിച്ചിരിക്കാം. നിങ്ങളെ സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടാവാം. ചിലപ്പോൾ വീട്ടിലെ വ്യക്തികൾ നിങ്ങളെ ഉപദ്രവിച്ചിരിക്കാം. അത് മാനസികവുമായിരിക്കാം, ചിലപ്പോൾ വാക്കുകളുണ്ടായിരിക്കാം, ചിലപ്പോൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ച വ്യക്തികളുണ്ടാവും. ഇത് കാരണമാണ് നമ്മളെ ലൈഫിനെ ഒരു ഒരു കളിമണ്ണിനെ പോലെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളെത്ര എങ്ങനെയാണോ കുട്ടിക്കാലത്ത് നമ്മുടെ മനസ്സ് പരിചയപ്പെടുത്തി വരുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാവിയും അത് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവായുള്ള കാര്യങ്ങൾ മാത്രമാണ് ചിന്തിക്കുന്നത്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളെ ഇതിലേക്ക് വലിച്ചയക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫോർഗിവ്നെസ് ആണ്. നമ്മൾ ശത്രുവിനോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. എൻ്റെ ലൈഫിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് കിട്ടിയ ഓരോരോ ഹറാസ്മെൻറ്റ്, അതോടൊപ്പം തന്നെ എന്നെ പരിഹസിച്ച വ്യക്തികൾ, എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച വ്യക്തികളെക്കുറിച്ചായിരുന്നു എനിക്ക് ചിന്ത. ചില സൗഹൃദങ്ങൾ നമ്മളെ അത്രയും വിലമതിക്കുന്ന സൗഹൃദങ്ങളുണ്ടാവും. അത് നമുക്ക് മാത്രമായിരിക്കും, മറ്റൊരു വ്യക്തിക്ക് അങ്ങനെ വേണമെന്ന് പോലും ഉണ്ടാവില്ല. അത് കാരണം എന്ത് സംഭവിക്കും, അവരെന്നെ ഉപേക്ഷിച്ച് പോയല്ലോ, ഇല്ലെങ്കിൽ അവനെന്നെ ഉപേക്ഷിച്ച് പോയല്ലോ, ഇതെല്ലാം തകർന്നിരിക്കുന്നു, അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി, ഇനി എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ല, എന്നെ മറ്റുള്ളവരെല്ലാം ചതിക്കും എന്നുള്ള രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ വഴിനയിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം നെഗറ്റീവായുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ യേശുദേവൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഊർജ്ജം, നമ്മളെ ചിന്തകൾ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് ചിലവഴിക്കുന്നത്. അതിലാണ് ഇമോഷൻസ് ഉള്ളത്. നമ്മൾ എത്ര പോസിറ്റീവായി ചിന്തിച്ചാലും അതിലൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. എന്നാൽ നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ ഫീലിംഗ് ആയിരിക്കും. അതായത് അയ്യോ എന്നെ അവൻ ചതിച്ചു, അവൾ ചതിച്ചു,
ഞാൻ അവനെ എത്ര വിശ്വസിച്ചു എന്നുള്ള രീതിയിലേക്ക് ചിന്ത വരും. അതാണ് അവിടെ നെഗറ്റീവായുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടാസ്ക്കാണ് നിങ്ങളുടെ വേദനിപ്പിച്ച വ്യക്തികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച വ്യക്തിയുടെ പേര് എഴുതിയിട്ട് അവർ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഇന്ന വ്യക്തി എന്നോട് ഈ രീതിയിൽ മോശമായി പെരുമാറി. അടുത്ത വ്യക്തി, അത് ചിലപ്പോൾ സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധുവായിരിക്കാം, എന്നോട് ഇങ്ങനെ പെരുമാറി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ മനസ്സിൽ കൊണ്ടുവരിക. ആ ഒരു സിറ്റുവേഷനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആ ഇമോഷൻസ് എഴുത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു വേദനകൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. വളരെ വിശദമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ എഴുതുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് കരയണമെന്ന് തോന്നി, നിങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, നിങ്ങൾക്കെന്താണ് വളരെയധികം ഷിവറിങ് അനുഭവിക്കുകയാണ്, അതായത് ശരീരം വിറക്കുന്നു, എങ്കിലും നിങ്ങളിത് നിർത്താതെ ഈ കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വെക്കുക. നിങ്ങൾ ആ പേപ്പറിൽ വ്യക്തമായും, അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അത് മുഴുവൻ എഴുതി വെക്കേണ്ടതാണ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ അടച്ചിട്ട വാതിലുകളാണ് ഇവിടെ തുറക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വീടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ബേസാണ്. ആ ബേസാണ് നമ്മളെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു ബേസ്, അല്ലെങ്കിൽ എന്താ പറയുക, അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കല്ലാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ട് നമ്മളെ ഹൃദയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത്, അതായത് നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഓർക്കുന്ന സമയത്ത് നമ്മൾ പോലും ചിന്തിക്കും, ഇതെല്ലാം ഞാൻ മറന്നതാണല്ലോ, എന്നിട്ടും അതിൻ്റെ മുറിവുകൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കാരണം അതിൻ്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. എനിക്ക് കുട്ടിക്കാലത്ത് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നേരം ആ അനുഭവങ്ങൾ കാരണം എനിക്ക് എൻ്റെ ഭാവിയിൽ കോളേജ് ടൈമിൽ അതോടൊപ്പം തന്നെ ജോലി സ്ഥലത്ത് നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചില്ല. അതാണ് ആ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ സാധിക്കാത്തത് എൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ചില വേദനകളാണ്. ആ വേദനകളോടും ആ വേദന തന്ന വ്യക്തികളോടും എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചതിലൂടെ എനിക്ക് നല്ല ബന്ധങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചു. നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മളാണ് നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോടും വേദനിപ്പിച്ച സാഹചര്യങ്ങളോടും വേദനിപ്പിച്ച ആ സിറ്റുവേഷൻസിനോടും നമ്മൾ പൂർണ്ണമായി ക്ഷമിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുക. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആ വേദനകളും മുറിവുകളുമാണ് നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നിർമ്മിച്ചത്. നേരെ മറിച്ച് അത്തരം പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങളുടെ ജീവിതം സാധാരണ രീതിയിലേക്ക് മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വ്യക്തമായും ആ ഒരു പേപ്പറിൽ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതുക. എന്നിട്ട് കണ്ണുകൾ അടക്കുക. ആ വ്യക്തി നിങ്ങളെ മുന്നിലുള്ളതായിട്ട്, അതായത് അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, അവരെല്ലാവരും തന്നെ നിങ്ങളെ മുന്നിലിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അവരുമായി സംസാരിക്കുക. അല്ലെങ്കിൽ അവർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ക്ഷമ നൽകുന്നതായിട്ടും സങ്കല്പിക്കുക. ചിലപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ അറിയാതെയോ അറിഞ്ഞോ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടായിരിക്കാം, ചിന്തകൾ കൊണ്ടായിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പൂർണ്ണമായും അവർക്ക് ക്ഷമ നൽകുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തെല്ലാമാണോ സംഭവിച്ചത് അതിൻ്റെ അറിവില്ലായ്മ മൂലമാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ മുന്നേ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ മറ്റുള്ള വ്യക്തികളോട് ചെയ്യില്ലായിരുന്നു. ഈ രീതിയിലുള്ള ഒരു ചിന്താഗതി അഥവാ മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. ഇതിലൂടെ നമ്മളെ ലൈഫിനെ നമുക്ക് കൂടുതൽ സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നതാണ്. കാരണം ഓരോരോ ഹീലിംഗ് ടെക്നിക്സ് ആവട്ടെ, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ആത്മീയ പാതയിലേക്ക് പോകുന്ന വ്യക്തികളാകട്ടെ, ഈ ക്ഷമ എന്ന് പറയുന്നത് ആദ്യത്തെ ചവിട്ടുപടിയാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ അവരോട് ക്ഷമിക്കുന്ന സമയത്ത് നിങ്ങൾ ഹൃദയത്തിൽ നിന്നും വലിയൊരു ഭാരം ഇറക്കി വെച്ച ഒരു പ്രതീതി നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളെ ആ മുറിവുകൾ, അതായത് നിങ്ങൾക്ക് ഒരു ഉദാഹരണത്തിന് ഒരു കാര്യമെടുക്കാം. നിങ്ങൾക്ക് വലിയൊരു യാത്ര ചെയ്യണമെന്ന് കരുതാം.
എന്നാൽ നിങ്ങളുടെ ശരീരത്തിൽ മുഴുവനായും മുറിവുകൾ സംഭവിച്ചിട്ട് ആ മുറിവുകളിലൂടെ രക്തം പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥലത്ത് എത്താൻ സാധിക്കുമോ? കാരണം നിങ്ങൾ നടക്കുന്നതനുസരിച്ച് ആ മുറിവുകളിലൂടെ രക്തം കൂടി ഒഴുകി വരികയാണ് ചെയ്യുക. അതായത് നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനെ മുറിവുകളെ ഉണക്കുക, അതായത് അതിനെ ഹീൽ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും, അതിലൂടെ രക്തമൊഴുകാതെ നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ സാധിക്കും. ഇതാണ് ഫോർഗിവ്നെസ് എന്ന് പറയുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡ്. ഇപ്പം ഹോപ്നോ എന്ന് പറയുന്ന ടെക്നിക്കായാലും ഐ എം സോറി പ്ലീസ് ഫോർഗിവ് മീ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വേദനിപ്പിച്ച വ്യക്തികളോടും സാഹചര്യങ്ങളോടും നിങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുക. നിങ്ങൾ ഈ ഒരു പ്രോസസ്സ്, അതായത് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സ്, അതായത് ആ വ്യക്തിയെ മനസ്സിൽ നിന്ന് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ക്ഷമ നൽകുകയും ക്ഷമിക്കുകയും ചെയ്തതിന് ശേഷം ആ പേപ്പർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒന്നെങ്കിൽ മുറിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചുരുട്ടിയിട്ട് തീയിലേക്ക് ഇടാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഉപബോധ മനസ്സിലെ ആ വേദനകളെ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. നമ്മളെ ബേസിക് ക്ലാസ് പഠിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ ഈ ഒരു ടെക്നിക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കും. കാരണം നമ്മൾ ഈ ഒരു ടാസ്ക്കാണ് ആദ്യം തന്നെ നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ടാസ്ക് കൃത്യമായ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിനും വലിയ ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വിജയകഥകൾ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നതാണ്. നന്ദി.